പലവട്ടം ആലോചിക്കുക. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഏതൊരു വിഷയത്തെയും വളരെ പെട്ടെന്ന് തന്നെ ചാടി വീണ് തീരുമാനങ്ങൾ എടുക്കാതെ കുറച്ചുകൂടി ആലോചിച്ച് തീരുമാനമെടുക്കണം. എന്ന് വിചാരിച്ച് ആലോചിച്ച് വട്ടായി പ്രാന്തായി പിന്നെ ആശുപത്രിയിലാവുന്ന മാനസികരോഗമാകരുത്. അങ്ങനെ വല്ലാതെ ആലോചിക്കരുത്. അതുകൊണ്ട് തന്നെ ഈ പലവട്ടം ആലോചിക്കുമ്പോൾ എല്ലാ വശങ്ങളും ആലോചിക്കണം. ഏതൊരു വിഷയത്തിൻ്റെ നെഗറ്റീവ് വശങ്ങൾ ആലോചിക്കുക, പോസിറ്റീവ് വശങ്ങൾ ആലോചിക്കുക, അതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുക. അതുപോലെ തന്നെ അത് പല രൂപത്തിൽ പല ആംഗിളിൽ നമുക്ക് ആ വിഷയത്തെ സമീപിക്കാം. ഇതെനിക്ക് ഗുണം ചെയ്യുമോ, ദോഷമാണോ, എന്താണ് എനിക്ക് പ്രശ്നമുണ്ടാക്കുക, എൻ്റെ കുടുംബത്തിനത് പ്രശ്നം ചെയ്യുമോ, എൻ്റെ സ്വഭാവത്തെ ഇത് ബാധിക്കുമോ, ഇത് രാജ്യത്തെ നിയമങ്ങളെ ബാധിക്കുമോ, അങ്ങനെ പല രൂപത്തിൽ പലവട്ടം ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കണം. എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതുപോലെ പലവട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാടങ്ങ് പോയി ആലോചിച്ച് അവസാനം നെഗറ്റീവ് എല്ലാം കൂടി തലയ്ക്ക് കയറി തീരുമാനം എടുക്കാതിരിക്കാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് പോകരുത്. അല്ലാതെ നമുക്ക് പലവട്ടം കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കത് കൃത്യമായി നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു പേപ്പറും പേനയും എടുത്തോളൂ. പേപ്പറും പേനയും വെച്ചിട്ട് അതിനകത്ത് വരച്ചോളൂ. ശരി തെറ്റുകളെല്ലാം വരച്ച് ഒരു സോട്ട് അനാലിസിസ് പോലെ ചെയ്യുക. എന്താണ് അതിൻ്റെ സ്ട്രെങ്ത്, അതിൻ്റെ വീക്ക്നെസ് എന്താണ്, ത്രെഡ് എന്താണ്, ഓപ്പർച്യൂണിറ്റി എന്താണ്. ഓരോ വലിയ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യത്തിലും വിജയമുണ്ടാകാൻ കഴിയുന്നത്. നൈമിഷികമായ പെട്ടെന്നുണ്ടാകുന്ന തീരുമാനങ്ങളിൽ ചാടി വീണ് എന്തെങ്കിലും എടുത്തതിന് ശേഷം വികാരപരമായ വിഷയങ്ങളെ കാണാതെ വിചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ കാണുമ്പോൾ തീർച്ചയായും നമുക്ക് വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയും. ആ നിലയിൽ നൈമിഷികമായ വികാരങ്ങൾക്കപ്പുറം പലവട്ടം കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. പലവട്ടമെന്ന് പറയുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ നടക്കാതിരിക്കാനല്ല, നടത്തുവാനാണ്. ഏറ്റവും പോസിറ്റീവായ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു നിമിഷം കിട്ടും നമുക്ക്. അതിനെ സ്ട്രെങ്താക്കി കൊണ്ടുപോകണം. അല്ലാതെ നെഗറ്റീവ് മാത്രം ആലോചിച്ച് വട്ടായി അത് ചെയ്യാതിരിക്കാനല്ല. പോസിറ്റീവ് കാര്യങ്ങളെ പോസിറ്റീവായും നെഗറ്റീവ് കാര്യങ്ങളെ അതിനെയും പോസിറ്റീവാക്കാനുള്ള രീതിയിൽ പലവട്ടം നമുക്ക് ആലോചിക്കാൻ കഴിഞ്ഞാൽ ഗൗരവമായി നമുക്ക് വിജയത്തിലെത്താൻ കഴിയും.